ഗുജറാത്ത് ഇന്നും ഗുജറാത്ത് നമ്മളെ സംബന്ധിച്ചിട്ട് അതായത് അവർ ചെയ്യുന്ന എല്ലാം മറച്ചു വെച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഫോക്കസ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറിയ കാലത്ത് ഗുജറാത്തിലെ വിധവാ വിവാഹം ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാലത്ത് സൂറത്തിലെ ഒരു സ്ത്രീ ഒരു ബ്രാഹ്മണ വിധവ പ്രസവിച്ചു. ഭർത്താവ് മരിച്ചതിന് ശേഷം അവർ പ്രസവിച്ച് ഈ കുട്ടിനെ കുപ്പത്തൊട്ടിലിട്ട കാലത്ത് വലിയൊരു മതവിചാരണയുടെ ഭാഗമായിട്ട് സ്ത്രീകളെ വല്ലാതെ ഹറാസ് ചെയ്യുന്നൊരു കാലത്ത് ഈ താരാഭായ് ഷിന്ദ എഴുതിയ ഒരു ലഘുലേഖ തന്നെയാണ്. അത് പിന്നീട് വിപുലീകരിക്കാൻ നടക്കുന്നുണ്ട്. സമതാ ബുക്സിന്റെ പ്രത്യേകതകൾ എപ്പോഴും അവർ വേറിട്ട ചിന്തകളായിരിക്കും കൊണ്ടുവരിക. ഇതിലുണ്ട് ഈ പുസ്തകം. ഇപ്പോഴും അത് സ്ത്രീകൾ പോലും വായിക്കുന്നില്ല എന്നുള്ളതാണ്. കഥയും കവിതകൾക്കും കിട്ടുന്ന ഒരു പ്രചാരം നല്ല അതിശക്തമായിട്ടുള്ള സ്ത്രീ കിട്ടില്ല. ഇപ്പൊ റാപ്പ് വേടന്റെ റാപ്പ് വരുന്നതിന് മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ ഒരു തുളസിനെ എനിക്കറിയാം. റാപ്പ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് തുളസിയാണ്. പുരോഗമന കലാസാഹിത്യ സംഘം എന്നൊരു സംഘത്തിന്റെ വേദികളിൽ അതിശക്തമായിട്ട് അടുക്കള രാഷ്ട്രീയവും സ്ത്രീയുടെ പ്രതിരോധത്തെ കുറിച്ചിട്ട് അവർ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ വേടൻ കുറച്ചുകൂടെ, പക്ഷെ വേടന്റെ കവിതകളിൽ ശൈലൻ അത് സൂചിപ്പിക്കുകയും ചെയ്ത് നിന്റെ പേര് കവിതയോ, രാത്രി ഉറക്ക കെടുത്താൻ നീ എന്താ മാടൻ മറുതയോ, വാൻഗോഗ് വരച്ചതോ, സൂഫി കവിത മണ്ണിൽ പെണ്ണായി വിടുന്നതോ, കത്തിയെരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ടവൾ, നിന്റെ പട്ട് പോലുള്ള വിരല് തൊട്ടാൽ പാറ പോലും പൊട്ടും. അപ്പോൾ ഇയാൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയുടെ സൂക്ഷ്മ രാഷ്ട്രീയമുണ്ട്. ഇതിൽ തന്നെ ഇയാൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയം പറയാൻ പാടില്ലെങ്കിലും അതിശക്തമായ ലോക രാഷ്ട്രീയം പൊളിറ്റിക്സ് കൊണ്ടുവരാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെയുണ്ട്. ഇവിടെ കഫീൽ എന്നൊരു വസ്ത്രമുണ്ട്. യാസർ അറാഫത്ത് യൂസ് ചെയ്തിരുന്ന ഒരു വസ്ത്രമാണ്. കാണുമ്പോൾ അതൊരു തുണിയാണ്. ഗാസ എന്ന പേര് കോട്ടൺ, മനുഷ്യന്റെ മുറിവ് കെട്ടാൻ ഉപയോഗിച്ചിരുന്ന കോട്ടൺ നൂലുകൾ നന്നായിട്ടൊരു കുടിൽ വ്യവസായം പോലെ ചെയ്തിരുന്ന ഒരു നാടായിരുന്നു. അതിമനോഹരമായ നാട്. അവർ മറ്റുള്ളവരുടെ മുറിവുണക്കാൻ വേണ്ടിയിട്ട് തുണി നെയ്തിരുന്നു. പക്ഷെ ഇന്ന് ശവക്കച്ച പൊതിയാൻ വേണ്ടിയിട്ട് തുണികൾക്ക് വേണ്ടി യാചിക്കേണ്ട ഒരു സ്ഥിതി ആ രാജ്യത്തിനുണ്ടായിരുന്നു. ആ പ്രതിരോധ രാഷ്ട്രീയം പറയാൻ ഇവിടെ ആളില്ലാതെ പോകുന്നു. അങ്ങനെ പലായനത്തിന്റെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തെ വേടൻ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ യാസർ അറാഫത്ത് പറയുന്നതാണ്, അതിനൂതനമായ ഒരു യന്ത്രത്തോക്ക് എൻ്റെ വലത് കയ്യിലുണ്ടെങ്കിലും ഒപ്പം എൻ്റെ ഇടത് കയ്യിൽ സമാധാനത്തിൻ്റെ ഒലിവ് ചില്ലകളുണ്ട്. ഞാനിതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, എൻ്റെ യന്ത്രത്തോക്കുകൾ എൻ്റെ രാജ്യത്തിൻ്റെ ദൈന്യതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഭാഷ പ്രയോഗിക്കേണ്ടി വരും. അപ്പോഴും എൻ്റെ ഇടത് കയ്യിലെ സമാധാനത്തിൻ്റെ ഒലിവിൻ്റെ ചില്ല വീഴാതെ നോക്കണേ. എൻ്റെ ഇടത് കയ്യിലെ സമാധാനത്തിൻ്റെ ചില്ല നിങ്ങൾ വീഴാതെ നോക്കണേ. നമ്മളൊക്കെ ശരാശരി മനുഷ്യന്മാർ ജീവിത പ്രാരാബ്ധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല തൊഴിലുകളും ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ സംസ്കരിക്കപ്പെടാതെ നമ്മുടെ ജീവഭാഷ, ശൈലനും മുക്താറൊക്കെ സൂചിപ്പിച്ചൊരു ഭാഷയുണ്ട്, അതിജീവനത്തിന്റെ ഭാഷ. ഞാനിവിടെ തോറ്റുപോയിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ദർസ പർവീൺ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി